ഒരുപാട് വോട്ടർമാർക്ക് BJP സാരി നൽകിയെന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. കോൺഗ്രസും CPM-ഉമാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ശോഭാ സുരേന്ദ്രൻ പല വീടുകളിലും ചെന്ന് സ്ത്രീകൾക്ക് സാരി നൽകി എന്നുള്ളതാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനും SP-ക്കും പരാതി നൽകിയിട്ടുണ്ട്. ഈ ആരോപണവും ശോഭാ സുരേന്ദ്രൻ നിഷേധിക്കുകയാണ്. എന്താണ് ഒരു സ്ത്രീ ഒരു തുണി പിടിച്ചു നിൽക്കുന്നു, ഒരമ്മ മുന്നിൽ, ഇതാണോ സാരി വിതരണം? ഇതാണോ സുഹൃത്തെ? എന്താണെങ്കിലും സ്വപ്ന പദ്ധതികളെല്ലാം വളരെ നന്നായിട്ടുണ്ട്, വിശേഷമായിട്ടുണ്ട്. VS ഗോകുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗോകുൽ, ഒന്നോ രണ്ടോ അല്ല അതിൽ കൂടുതൽ ചിത്രങ്ങൾ കാണുന്നുണ്ട് സാരി വാങ്ങുന്നതായി. പക്ഷെ കൊടുക്കുന്നത് BJP നേതാക്കളാണോ എന്ന് ആ ദൃശ്യങ്ങൾ കണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രന് അറിയാൻ കഴിയുമായിരിക്കും. ആ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ എന്താണ് NDA സ്ഥാനാർത്ഥിയുടെ മറുപടി? ആ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രങ്ങൾ അത് നമ്മൾ കാണിച്ചു, അവർ അതിനെ നിഷേധിക്കുകയാണ്. അത് സ്വാഭാവികമായും അതിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവുകളോ ഒന്നും തന്നെയില്ല. അത് CPM-ഉം അതോടൊപ്പം തന്നെ കോൺഗ്രസും പല ഗ്രൂപ്പുകൾ വഴിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ പിഷാരടിയുടെ തന്നെ തെരഞ്ഞെടുപ്പ് ഗ്രൂപ്പിലൊക്കെ തന്നെ പോസ്റ്റ് ചെയ്ത ചിത്രമാണ് അത്. പക്ഷേ അതിന് മുൻപുള്ള ഈ ദൃശ്യങ്ങൾ, ഈ പണം നൽകി എന്ന് ആരോപിക്കുന്ന ദൃശ്യങ്ങൾ, അതിലാണ് ഏറ്റവും ഗുരുതരമായ ചില കാര്യങ്ങളുള്ളത്. ഒരു സ്ത്രീ ഒരു വെള്ള സാരി, ഒരു വെള്ള ചുരിദാർ ധരിച്ച ഒരു സ്ത്രീ ആ അമ്മയുടെ കയ്യിലെന്തോ വച്ചു കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അവർ നടന്നു പോകുന്നതും കാണുന്നുണ്ട്. അതിനുശേഷം അതിനെ ചൊല്ലിയൊക്കെ തന്നെ വീഡിയോ എടുക്കുന്നത് സംബന്ധിച്ച് പിന്നീട് അല്പദൂരം കഴിഞ്ഞ് ഈ വീഡിയോ എടുത്ത ആളുകളെ ശോഭാ സുരേന്ദ്രൻ അതെന്താണ് ചോദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതേസമയം തന്നെ നമ്മൾ ഈ അമ്മയോട് പ്രതികരണം ചോദിച്ചിരുന്നു. ആദ്യം അമ്മ പറഞ്ഞു മരുന്ന് വാങ്ങാൻ തനിക്ക് 5000 രൂപ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള സ്ഥാനാർത്ഥികൾ എല്ലാവരും വന്നിരുന്നു, എല്ലാ പാർട്ടിക്കാരും വന്നിരുന്നു, മറ്റുള്ളവർ തന്നില്ല, ഇവർ മാത്രമാണ് തന്നതെന്നാണ് അവർ ആദ്യം പറഞ്ഞത്. അതിനുശേഷം അത് തിരുത്തു വരുത്തുന്നു. അവർ പറയുന്നു, ആ സ്ത്രീ പറയുന്നു അവർക്ക് പ്രായമായ സ്ത്രീയാണ്, അതിൻ്റെതായ ചില ഓർമ്മപ്പശകോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ തന്നെ അവർക്കുണ്ട്. അവർ പറയുന്നു അതല്ല, പണം തന്നില്ല, താൻ ഇങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ എന്നാണ് പിന്നീട് അവരുടെ പ്രതികരണം വരുന്നത്. അവരുടെ മകൻ പറയുന്നു തങ്ങൾക്കാരും പണം തന്നിട്ടില്ല എന്നുള്ളൊരു പ്രതികരണവുമായി മകനും വരുന്നു. ഏതായാലും ഒരു വളരെ ദുരൂഹമായ ഒരു കാര്യം തന്നെയാണിത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിലൊരു സംശയത്തിന്റെ നിഴലിൽ NDA ക്യാമ്പിനെ നിർത്തുന്ന ഒരു ദൃശ്യം പുറത്തു വരുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ വിഷയമാണ്. അതിൽ ഇന്ന് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ പൂർണ്ണമായും ഇതിനെ നിഷേധിക്കുന്നു. മാധ്യമങ്ങളുടെ ഗൂഢാലോചനയാണ്, അത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. പക്ഷേ ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നാളെ തിരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇന്ന് നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. ഇന്ന് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ അടിയൊഴുക്കുകൾ ഇല്ലാതിരിക്കുക, കൃത്യമായ സ്ഥലങ്ങളിലേക്ക് എത്തുക, അവസാന ഘട്ടത്തിലേക്ക് ഒന്നും കൂടി എല്ലാവരും ഒക്കെ ഒന്ന് പോയി കാണുക, അതിനൊക്കെ ചെലവഴിക്കേണ്ട ഒരു ദിവസത്തിലാണ് ഇത്തരത്തിലുള്ളൊരു വിവാദം വരുന്നത്. ഈ വിവാദമാകട്ടെ അതീവ ഗുരുതരമായ ഒരു വിഷയമാണ്. അതായത് കേരളത്തിൽ വോട്ടിനായി പണം നൽകുന്ന ഒരു രീതി, അത് നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. അത് ആ തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു, അതിനെ സാധൂകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന രീതിയിലുള്ള ചില ദൃശ്യങ്ങളും വരുന്നു. ഇതിലെന്തായാലും വ്യക്തത വേണമെന്നുള്ളത് ഉറപ്പാണ്. കാരണം കേരളത്തിന്റെ ഇലക്ഷൻ സംസ്കാരത്തെ തന്നെ അതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്താൻ കെൽപ്പുള്ളതാണോ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഏതായാലും ഇലക്ഷന്റെ ഫ്ലൈയിങ് സ്ക്വാഡ് അവിടെ എത്തി, ആ വീട്ടിലെത്തി പ്രാഥമികമായ പരിശോധനകൾ നടത്തി. ഏതായാലും ജില്ലാ കളക്ടർ SP-ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് SP-യുടെ നിർദ്ദേശപ്രകാരം പ്രാഥമികമായ അന്വേഷണത്തിന് ശേഷം ഈ വിഷയത്തിൽ പോലീസും കേസെടുക്കും. ഇലക്ഷൻ സ്ക്വാഡും ഇത് അന്വേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്.